ഹേ ഭഗവൻ, എൻ്റെ വാക്ക് മനസ്സിൽ തന്നെ പ്രതിഷ്ഠിതമായിരിക്കട്ടെ, മനസ്സോ വാക്കിലും പ്രതിഷ്ഠിതമാവട്ടെ. വേദങ്ങൾക്കെല്ലാം ആധാരഭൂതനാണ് ഞാൻ. ഇരവും പകലും ആ മഹാജ്ഞാനത്തെപ്പറ്റി മനനം ചെയ്യുവാൻ എനിക്കിടയാവട്ടെ. എല്ലായ്പ്പോഴും ഋതം മാത്രം ഞാൻ പറയുമാറാവട്ടെ. എല്ലായ്പ്പോഴും ഞാൻ സത്യം മാത്രം പറയുമാറാവട്ടെ. വക്താവായ ഗുരുവിനെയും ശ്രോതാവായ ശിഷ്യനെയും ഈ ജ്ഞാനം രക്ഷിക്കുമാറാകട്ടെ. ഐതരേയ ഉപനിഷത്തിലെ ഈ ശാന്തി മന്ത്രത്തിൻ്റെ ചിറകിലേറി ബ്രഹ്മസായുജ്യത്തിലെത്താനുള്ള ഒരു മഹായാനത്തിൻ്റെ തുടക്കമാവട്ടെ ഇന്നത്തെ ക്ഷേത്രായനം. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. കേരളനാടിൻ മഹിമകൾ കാക്കും ക്ഷേത്രങ്ങളിലൂടെ ഒരാത്മായനം. കേരളനാടിൻ മഹിമകൾ കാക്കും ക്ഷേത്രങ്ങളിലൂടെ ഒരാത്മായനം. ക്ഷേത്രായനം 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 ക്ഷേത്രായനം. സ്വപ്നത്തിലുണരുന്ന മാമലനാടിൻ പകർനാട്ടമാകും ക്ഷേത്രങ്ങൾ. സ്വപ്നത്തിലുണരുന്ന മാമലനാടിൻ പകർനാട്ടമാകും ക്ഷേത്രങ്ങൾ. അവ കലയുടെ കേദാരങ്ങൾ, കേരള കലയുടെ കേദാരങ്ങൾ. ക്ഷേത്രായനം 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 ക്ഷേത്രായനം. കേരളത്തിന് പുറത്ത് പ്രവാസി മലയാളികൾ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലൂടെയുള്ള ക്ഷേത്രായനത്തിൻ്റെ ഈ തീർത്ഥയാത്ര ബാംഗ്ലൂരിലെ 3 ക്ഷേത്രങ്ങൾക്ക് ശേഷം ആദിദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ തമിഴ്നാടിൻ്റെ തലസ്ഥാന നഗരിയായ ചെന്നൈ നഗരപ്രാന്തത്തിലെ പെരമ്പൂരിലേക്കാണ്. ചെന്നൈ ഒരിക്കൽ ഒരു മുക്കുവ ഗ്രാമമായിരുന്നു ഈ മഹാനഗരം. ആധുനികമായ ജീവിതശൈലി അതിൻ്റേതായ എല്ലാ സ്വാധീനങ്ങളും നിലനിർത്തി പോരുമ്പോഴും ചെന്നൈ നഗരത്തിലെ ജനത അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചവരാണ്. ഉത്തരേന്ത്യയിൽ നിന്നും വ്യത്യസ്തവും സവിശേഷവുമായ ഒരു സംസ്കാരമാണ് ചെന്നൈ നഗരത്തിലുള്ളത്. ദക്ഷിണാത്യരുടെ സംഗീതവും നൃത്തവും മറ്റെല്ലാ കലാരൂപങ്ങളും ഈ നഗരം പരിപോഷിപ്പിക്കുന്നു. ചെന്നൈ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദ്രാവിഡ മക്കളുടെ ശില്പകലാ വൈദഗ്ധ്യം വിളിച്ചോതുന്ന ക്ഷേത്രങ്ങളും പള്ളികളും സമാധിസ്ഥലികളും വാസ്തുശില്പ സമുച്ചയങ്ങളും എമ്പാടും കണ്ട് അത്ഭുതം കൂറാത്ത യാത്രികരില്ല.
മറീന ബീച്ച്, ചെന്നൈയുടെ അഭിമാനം. സെയിന്റ് തോമസ് വന്നിറങ്ങിയ കടൽ തീരം. അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പിന്റെ സാന്നിധ്യം നിറഞ്ഞ ദേവാലയം സാന്തോം കത്തീഡ്രൽ ബസിലിക്ക മനോഹരവും ഗംഭീരവുമായ ഈ കടപ്പുറത്തിന്റെ പരിശുദ്ധിയായി നിലകൊള്ളുന്നു. അണ്ണാദുരൈയുടെയും MGRന്റെയും സമാധികളും ബീച്ചിനരികിലാണ്. എല്ലാ ദിവസവും വമ്പിച്ച ജനാവലി ഈ സമാധി സ്ഥാനങ്ങൾ ദർശിച്ചു മടങ്ങുന്നു. ലോകത്തെ ദൈർഘ്യമേറിയ ബീച്ചുകളിൽ 2ാം സ്ഥാനം മറീന ബീച്ചിനുള്ളതാണ്. തിരകൾ ജന്മപരമ്പരകളുടെ അനാദ്യന്തമായ ആവർത്തനങ്ങൾ പോലെ ഋഷികവികൾക്ക് കടൽ ഉപമകളുടെയും ഉൽപ്രേക്ഷകളുടെയും നിലയ്ക്കാത്ത പ്രഭവം കൂടിയാകുന്നു. സാഗരം, സംസാരസാഗരം. ലൗകിക ജീവിതത്തെ സംസാരസാഗരം, ഭവസാഗരം എന്നൊക്കെയാണ് ഋഷീശ്വരന്മാർ വിശേഷിപ്പിക്കുക. കടൽ കടക്കുവാൻ കപ്പലുകൾ എന്ന പോലെ സംസാരസാഗരം താണ്ടുവാൻ ഉറപ്പുള്ള വൻകപ്പലുകൾ പലതുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം. ഒരു കടൽക്ഷോഭത്തിനും സ്പർശിക്കാനാവാത്ത വൻ കപ്പലുകളുടെ നിരവധി നിരകൾ ഭാരതത്തിന് സ്വന്തം. കപ്പിത്താനായി പരമാത്മാവ് തന്നെ ജീവാത്മസ്വരൂപത്തിൽ നിലകൊള്ളുമ്പോൾ ലൗകികതയുടെ എത്ര വലിയ സുനാമിയും നമസ്കരിച്ച് പിന്മടങ്ങാതെ പറ്റില്ല. മോദകം സദാ വിമുക്തി സാധകം കലാധരാവതം സകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമി തം വിനായകം. ചെന്നൈ നഗരത്തിലെ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മാർക്കറ്റ് റോഡിലൂടെ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ നാം എത്തിച്ചേരുക കലിയുഗവരദനായ പെരമ്പൂർ ശ്രീ അയ്യപ്പസ്വാമിയുടെ തിരുസവിധത്തിലാണ്. സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം. എല്ലാ ക്ഷേത്രങ്ങൾക്കുമുണ്ട് ഒരു ചരിത്രം. ഭക്തജനങ്ങൾ എന്നെന്നും പരിപാവനമായ ഓർമ്മയായി സൂക്ഷിക്കുന്ന ഒരു ചരിത്രം. ചെന്നൈ നഗരപ്രാന്തത്തിലുള്ള പെരമ്പൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭക്തന്മാർ തങ്ങളുടെ പാവന ക്ഷേത്രചരിതത്തിൽ അഭിമാനിതരാണ്. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ജരം ദരേതരോദരം വരം വരേ ഭവക്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതം നമസ്കരോമി ഭാസ്വരം. 1960 ഒരു സംഘം അയ്യപ്പ ഭക്തർ എളിയ തോതിൽ ആരംഭിച്ച അയ്യപ്പ ഭജന സംഘമാണ് ഇന്ന് പെരമ്പൂർ അയ്യപ്പ ഭക്തജന ട്രസ്റ്റായി വികസിച്ചത്. സ്വാമി ശരണം. പെരമ്പൂർ അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രസക്തമായ കാര്യം സാധാരണ ഒരു ക്ഷേത്രം ഉദ്ധരിച്ച് അതിന് ഒരു വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠ ചെയ്യുക എന്നുള്ളതാണ് സമ്പ്രദായം. ഈ അമ്പലത്തിൽ കഴിഞ്ഞ 50 വർഷങ്ങളായി പെരമ്പൂരിലും അതിൻ്റെ ചുറ്റും പൂജിക്കപ്പെട്ടു വന്നിരുന്ന ഒരു വിഗ്രഹത്തിന് വേണ്ടി ഉദ്ധരിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് പെരമ്പൂർ അയ്യപ്പ ക്ഷേത്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. 1966-67 കാലഘട്ടത്തിൽ ശ്രീ കണ്ണൻ സ്വാമി എന്ന ഭക്തൻ നിർമ്മിച്ച അയ്യപ്പ വിഗ്രഹം 1972 ഏപ്രിൽ 14 പെരമ്പൂരിലെ രാമചന്ദ്രയ്യർ തെരുവിലുള്ള ഒരു കെട്ടിടത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഈ വിഗ്രഹവും അതിൻ്റേതായ ഒരു മഹാത്മ്യമുള്ള ഒരു വിഗ്രഹമാണ്. ശബരിമലയിലുള്ള അയ്യപ്പ വിഗ്രഹം ബാലരൂപിയായ പഞ്ചലോക വിഗ്രഹം. ഇത് 1952 പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം.
അതിനു മുമ്പുണ്ടായിരുന്ന വിഗ്രഹം മോഹിനി രൂപത്തിലുണ്ടായിരുന്ന അയ്യപ്പ വിഗ്രഹമാണ്. ഈ ക്ഷേത്രത്തിൽ ഇന്ന് പ്രതിഷ്ഠയിലും ആരാധനയും ഇരിക്കുന്ന മൂർത്തി മോഹിനി രൂപത്തിൽ 1960കളിൽ ഇവിടുത്തെ ഒരു സ്ഥപതി കണ്ണൻ അദ്ദേഹം വാർത്ത ഒരു ശിലയാണ്. ഈ വിഗ്രഹത്തിന് അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങൾ ഇന്നത്തെ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ നിന്നുമുണ്ട്. അതായത് ഈ മോഹിനി രൂപത്തിലുള്ള വിഗ്രഹത്തിൽ ആ കയ്യിലെ മുദ്ര ഒരു നൃത്തമുദ്രയായി കാണിക്കപ്പെടുന്നു. അതുകൂടാതെ വിഗ്രഹത്തിൽ തന്നെയുള്ള താമരമാല ഈ വിഗ്രഹത്തിൽ ഇല്ല. അതുകൂടാതെ ടോട്ടൽ വടിവെടുത്താലും അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് ഒരു മോഹിനി രൂപം വരുമ്പോൾ ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരു ഘടനയാണ് വിഗ്രഹത്തിൽ കാണപ്പെടുന്നത്.